ഓ ഓരോന്ന് ആലോചിച്ചിട്ട് ഞാൻ നിക്കും തുഞ്ഞോള് ഇനി ആരപ്പോ ഒളിച്ചോടി പോണെന്നുള്ളത് ചിന്തിക്കേക്കാരം. ഏടി അല്ലടി ഇജ് ആരോട് ചോദിച്ചിട്ട് അങ്ങോട്ട് കേറിയിരിക്കണത്? ഇജ് ഇവിടുന്ന് ഓന്റെ പിന്നാലെ ഇറങ്ങി പോവാണ് പറഞ്ഞിട്ടല്ലേ ഇവിടുന്ന് പോയത്. ഈ നിങ്ങൾ തന്നെ വരൂല, ഇക്ക് നിങ്ങൾ ആരും വേണ്ട, അങ്ങനെയൊക്കെയല്ലേ ഇജ് എന്നോട് പറഞ്ഞിരുന്നത്? എടി എന്റെ കാല് പിടിച്ച് പറഞ്ഞില്ലേടി ഞാൻ ഇജ്ജ് ഇവിടുന്ന് പോവല്ലേ പോവല്ലേന്ന്. എന്നിട്ട് ഇജ്ജ് കേട്ടോ? ഇല്ലല്ലോ. എന്നിട്ട് ഇങ്ങനെ കേറി വന്നിക്കണ്. അതിനനുസരിച്ചിട്ട് തുള്ളാൻ ഒരാങ്ങളുണ്ട്, ഒരു പെണ്ണുങ്ങളും ഉണ്ട്. ഐറ്റങ്ങളായതുകൊണ്ട് അടി എന്നെ ഇങ്ങോട്ട് കേറ്റിയിരിക്കണത്. എന്നിട്ട് ഓൾ അവിടെ നിന്ന് ഇങ്ങനെ ആലോചിച്ച് നിക്ക ഞാൻ ആരെ പിന്നാലെ പോവണ്ട് എന്നുള്ളത്. എന്തെങ്കിലും പണി എടുക്കാനായിട്ട് കൂടിക്കോ, മതി ആലോചിച്ച് നിന്നതൊക്കെ. എന്തിനാ പെണ്ണിനെ ഇങ്ങനെ സങ്കടപ്പെടുത്തണേ? ഒരു തെറ്റ് ആർക്കായാലും പറ്റൂലേ. ഇപ്പൊ എന്താടി എന്റെ തൊള്ളയിൽ നാവില്ലേ? ഞാൻ ഈ പറഞ്ഞതിനൊന്നും മറുപടി പറയാനി? അന്ന് പോലീസ് സ്റ്റേഷനിൽ എന്തേന്നോളെ നാവ് ഇത്രക്കും ഇങ്ങോട്ട് വലിച്ചീനല്ലോ ഓള്. ഞാൻ പോരുന്നില്ല, നിങ്ങൾ പൊയ്ക്കോളി, ഞാൻ ഓന്റെ പിന്നാലെ പോവാണ്. ഓ ഇന്നെ പൊന്നു പോലെ നോക്കും. നോക്കില്ലല്ലേ എന്നെ പൊന്നു പോലെ? കാര്യമൊക്കെ കഴിഞ്ഞപ്പോഴേ ഇങ്ങോട്ട് വലിച്ചെറിഞ്ഞു ഓനും കണ്ടന്നെ. നാട്ടുകാരുടെ ഇടയിൽ ഞാൻ എങ്ങനെ ഇറങ്ങി നടന്നു എന്നുള്ള ആർക്കറിയോ? ഇപ്പൊ തിരിച്ചു വന്നപ്പോ അയക്കും കൂടുതൽ നാണക്കേടായി. എമ്മന്റെ തെറ്റ് പറ്റിയതമ്മ. ഉമ്മാന്റെ കുട്ടിയുടെ തെറ്റ് പറ്റിയതാണല്ലേ, ഞാൻ അറിഞ്ഞില്ല. നല്ല തെറ്റല്ലേ പറ്റിയിരുന്നത്. എന്തിനാണ് ഇങ്ങോട്ട് പോന്ന? നമുക്ക് ആ പോയ പോക്ക് വേറെ എവിടേക്കെങ്കിലും പോയി കൂടായിരുന്നില്ല. ഇപ്പൊ കുടുംബങ്ങളെ മുന്നിൽ ഞാൻ എങ്ങനെ നടക്കണെന്നുള്ളതേ അണക്കറിയില്ല. അല്ലെ ഇപ്പൊ എന്തിനാ അണക്കറിയണത്? അതിന്റെ ആവശ്യം നടക്കില്ലേ? അനക്ക് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ചെയ്തുങ്ങാണ്ട് അവിടെ പോയാൽ മതി. എന്നിട്ട് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞ് പണ്ടൊക്കെ ഓനക്ക് കൊടുത്തുങ്ങാണ്ട് ഇങ്ങോട്ട് പോന്നോളൂ. നാളും വാങ്ങില്ലാത്തോളും വന്നിട്ട് എന്തെങ്കിലും പണികൾ എടുക്കാൻ നോക്ക്. ഇവിടെ ആരും അടക്കേ പഴയ പോലെ വെച്ചളമ്പി തരാനൊന്നും ഇല്ല. ഉമ്മ അതെ വരുന്നേ, മര്യാദക്ക് വരാൻ നോക്ക്. ഏത് സമയത്ത് അവന്റെ പിന്നാലെ പോവാൻ തോന്നി എനിക്ക്? നല്ല കളിച്ച് ചിരിച്ച എല്ലാരും പിന്നാലെ എല്ലാം ഹാപ്പി ആയിട്ട് നിന്നതല്ലേ. ഇപ്പൊ എന്റെ അമ്മ പോലും, എന്റെ അമ്മക്ക് എന്നെ കണ്ണെടുത്ത കണ്ടുകൂടാത്ത അവസ്ഥയായി. എന്താണ് ഇതെന്തിനാ വിളിച്ചിരുന്നു? നിങ്ങൾ എന്തിനമ്മ പെണ്ണിനെ എങ്ങനെ പറയണത്? ഓൾക്കൊരു തെറ്റ് പറ്റിയതാന്ന് ഓള് പറഞ്ഞില്ലേ, ഇന്നിങ്ങനെ വിഷമിപ്പിക്കണ എന്തിനാ? നല്ല തെറ്റിനെ പറ്റിയിരിക്കണത്. ഇജൊക്കെ അതിന് സൈഡ് നിന്ന് കൊടുത്തോ? ഇക്കറിയായിരുന്നു ഇതിനെ മുന്നേ നിങ്ങളൊക്കെ തന്നെ ഇന്ന് സൈഡ് എന്നുള്ളത്. ഇപ്പൊ എന്തായി? നിങ്ങളെ കാലിന്റെ ഒട്ടിക്ക് തന്നെ ഓള് വന്നില്ലേ? എനിക്കെല്ലാം കൂടി ആലോചിച്ചിട്ട് എന്താ ചെയ്തെന്ന് പോലും അറിയാതെ നിക്കാണ്. അപ്പോൾ നിങ്ങളൊക്കെ ഒരു സപ്പോർട്ടായിട്ട് ഇങ്ങനെ വന്നിക്കണത്. നിങ്ങളായതുകൊണ്ടാണ് ഓനെ അങ്ങോട്ട് കയറ്റി. എനിക്ക് നന്നായിട്ട് അറിയാം. വേറുള്ള ഏതെങ്കിലും പെണ്ണുങ്ങളാണെങ്കിൽ ഉണ്ടല്ലോ ഈ പരിസരത്തേക്ക് ഓളെ അടുപ്പിക്കൂല. പിന്നെ ഞാൻ ഓളെ ചീത്ത അറിഞ്ഞ എന്തിനാ വെച്ചാല് ഇന്നെങ്കിലും അങ്ങനെ തെറ്റ് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ട്. ഞാൻ ഓളെ കയ്യും കാലും പിടിച്ചില്ല. ഞാന് നമ്മടെ കുട്ടി ഇങ്ങോട്ട് പോരേന്ന് പറഞ്ഞിട്ട് ഞാൻ എത്ര ദിവസം വിഷമിച്ച് കിടന്നിട്ടുള്ള ആർക്കറിയില്ലേ. ഇക്ക് ഇനി സങ്കടപ്പെടാൻ വെച്ചായിട്ടാണ്. നാട്ടുകാരെ മുന്നിലും കുടുംബങ്ങളെ മുന്നിലൊക്കെ ഞാൻ നാണം കെട്ടിക്കണം. ഇനി നാണം കെടാനൊന്നുമില്ല. ഓൾക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ഇത്രയും കാലം ഞാൻ ഇവിടെ ജീവിച്ച്. എന്നിട്ട് ഓൾ ഇന്നിട്ട് പോയപ്പോഴോ എന്നിട്ടിപ്പൊ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഓൾ തിരിച്ചു പോന്നിക്കണം. ഇമ്മ ഓളെ ഞങ്ങളല്ലാതെ വേറെ ആരമ്മ കേറ്റുക? അത് നിങ്ങൾ പറഞ്ഞു തരി. ഇങ്ങോട്ട് കേറ്റിട്ടില്ല എന്നുണ്ടെങ്കിൽ ഓള് വേറെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാലോ? നമ്മക്ക് ആകെ കുറച്ച് ദിവസമല്ലേ ഓളെ നഷ്ടപ്പെട്ടിട്ടുള്ളൂ. ഇനി എന്തേലും പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു കാലത്തോളം നമുക്ക് കാണാൻ പറ്റൂല. നിങ്ങൾ സങ്കടപ്പെടല്ലേ. നിങ്ങൾ സങ്കടം കൊണ്ടാണ് നിങ്ങളത് പറയുന്നത് എനിക്കറിയാം. എന്നാലോളം ഇങ്ങനെ സങ്കടപ്പെടുത്തണ്ടമ്മ. ഓളും തന്നെ നല്ല നോക്കും വിചാരിച്ചിട്ടല്ലേ ഓന്റെ കൂടെ ഇറങ്ങിപ്പോയത്. നിങ്ങൾ ഞാൻ കാര്യം പറഞ്ഞ് ഇങ്ങനെ വേദനിപ്പിക്കല്ലേ. ഓക്ക് നമ്മളല്ലാതെ വേറെ ആരും ഇല്ല. ഓനൊന്ന് കാണണം. ഓനെ എനിക്കൊന്ന് കാണാനുള്ളത്. ഓൻ അങ്ങനെ നോക്കിക്കോളാം അങ്ങനെ നോക്കിക്കോളാണ്ട് എന്റെ കുട്ടികളെ കൊണ്ടുപോയിങ്ങാണ്ടേ എന്നിട്ട് പിന്നെ ഇങ്ങടെ പറഞ്ഞയച്ചു. ഓന് എല്ലാം കൂടി ആലോചിച്ചിട്ട്
ഒരു സമാധാനം ഇല്ലാതെ ഞാൻ നടക്കണത്. ഇനി ആരോടൊക്കെ ഞാൻ വജ്ജിന് പറയണ്ടെന്ന് എനിക്കറിയില്ല. ഇനിയിപ്പൊ തുടങ്ങും എല്ലാരും ഫോമിലും ഇവിടെ വന്നുള്ള ചോദ്യം പറച്ചിലൊക്കെ. മദ്യയിക്കണ എനിക്ക്. ഞാൻ എവിടേക്കാലും പോവുകയാണ് നല്ലത്. പാപ അതിന്റെ സങ്കടം കൊണ്ട് പറയാണ്. പഠിച്ചോനെ, എന്റെ ആങ്ങളുടെ പെണ്ണുങ്ങളാണല്ലേ ഈ വിളിക്കുന്നത്. എന്താ ഞാൻ ഓരോടൊക്കെ പറയാ. അല്ല താത്ത, എന്താ വർത്താനം? എങ്ങനൊക്കെ പോണ്? കൊഴപ്പൊന്നുമില്ല. ജാബിറ വന്നിക്കണ്. ഓളിന്ന് രാവിലെ വന്നത്. ആ ഞാനെന്താ താത്ത കാട്ടണ? നിങ്ങൾ എല്ലാരും ഇന്ന കുറ്റം പറഞ്ഞങ്ങാണ്ട്. ഞാനല്ലല്ലോ ഓളെ പറഞ്ഞയച്ചത്. ഓള് പോയ പോലെ എങ്ങാണ്ട് തിരിച്ചു വരും ചെയ്തിക്കണം. കല്യാണം ഒന്നും നടന്നില്ലെങ്കിൽ നടക്കണ്ട, അങ്ങനെ നിന്നോട്ടെ, വല്ല ജോലിക്കും പോയിക്കോട്ടെ. ഏയ് ഒന്നുമല്ല, ഞാൻ അങ്ങനെ ഓരോന്നും ഇങ്ങനെ ആലോചിക്കാണ്. കാക്കയുടെ ആയിക്കോട്ടെ, എന്നാ വിളിക്കൊണ്ട്. ശരി. എന്തമ്മ? എന്താ എന്റെ മകള് കാരണേ എല്ലാരും എന്നെ കളിയാക്കി ചിരിക്കാണ്. എന്താ പോയ പോലോള് ഇങ്ങനെ തിരിച്ചു പോന്ന്. ഓല് ചോദിക്കുന്നു ഇനി കല്യാണം ഒന്നും നടക്കൂല, ആരെ കല്യാണം കഴിച്ചു കൊണ്ടുപോവാ. അപ്പൊ ഞാൻ പറഞ്ഞു പണിക്ക് പോയിക്കോട്ടെ പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞ് ഓൾക്കൊക്കെ ഞാൻ ആരെ വിശ്വസിച്ചിട്ട് പണി കൊടുക്കുക. കേട്ടില്ലേ? ഓൾ ഇന്ന് കേൾപ്പിച്ചില്ലേ എല്ലതും. ഓലൊക്കെ വലിയ അഭിമാനിയോളാണ്. ഇപ്പൊ ഇക്ക് മാത്രല്ല ഇങ്ങനത്തെ ഒരു ഇടങ്ങേറ് വന്നിട്ടുള്ളൂ. എന്റെ മക്കളെ ആലോചിക്കണ്ടേ? എന്റെ ഉമ്മാക്കൊരു നല്ലപോലുള്ള ഒരു ജീവിതമാണ്. അത് ഞങ്ങളായിട്ട് കളയണ്ടെന്നുള്ളത്. എല്ലാരുടെ ഇടയിലും ഞാൻ നല്ല രീതിയിലല്ലേ നിന്നത്. ഇപ്പൊ എല്ലാരുടെ ഇടയിലും ഞാൻ ആകെ വഷളായില്ലേ. ഓലെ മക്കൾക്കൊന്നും അങ്ങനത്തെ തെറ്റുപോലും പറ്റിയിട്ടില്ല. എന്റെ മകളല്ലേ ഇപ്പൊ ഇങ്ങനൊക്കെ ചെയ്തത്. അതിൽ ഓലെല്ലാരും സന്തോഷിച്ചു നിക്ക. സന്തോഷിക്കട്ടെ. സാബിയെ, താത്ത, ഈ ഇങ്ങനെ ഇരുന്ന് കരയില്ലടി. ഉമ്മാന്റെ സങ്കടം കൊണ്ട് പറഞ്ഞതാണ്. അനക്കറിയില്ല നമ്മളെ കുടുംബങ്ങളെ പറ്റിയിട്ട്. ഇപ്പൊ അമ്മായി വിളിച്ചു വെച്ചിട്ടുള്ളൂ മാമന്റെ പെണ്ണുങ്ങള്. ഓല് കൊറേ എന്തൊക്കെയാ ഉമ്മാനെ പറഞ്ഞിക്കണ്. അവൾക്ക് കല്യാണം ശരിയാവൂല, ജോലി ശരിയാവൂല എന്നൊക്കെ പറഞ്ഞിട്ട് ഇമ്മാവും പറഞ്ഞങ്ങാണ്ട് കരയടി. സാരല്ലേടി, അനക്കൊരു തെറ്റ് പറ്റി, അത് ജി തിരുത്തിട്ട് പോരും ചെയ്ത്. ഇനി അതിനെ കുറിച്ച് ആലോചിച്ചിട്ട് ജി സങ്കടപ്പെടന്നെ വേണ്ട. ഒക്കെ ശരിയായിക്കോളും. ഇമ്മാന്റെ ദേഷ്യം വാശിയൊക്കെ മാറിക്കോളും. ഇജ്ജ് നല്ലപോലെ ഒന്ന് സന്തോഷിച്ച് കളിച്ച് ചിരിച്ച് നടന്ന ഇമ്മാന്റെ എല്ലാ പ്രശ്നങ്ങളും തീരും. സാരല്ലേടി. താത്ത, എന്ത് പറഞ്ഞാലും നിങ്ങൾ ഉണ്ടല്ലോ എന്റെ കൂടെ. നിങ്ങൾക്ക് എന്റെ കൂടെ നിക്കുന്നുള്ളത് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഞങ്ങളൊക്കെ ഒരുപാട് ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളോടൊക്കെ എന്താ പറയണ്ടെന്ന് പോലും അറിയില്ല താത്ത. ഞാൻ എന്റെ കൂടെ അല്ലാതെ വേറെ ആരെ കൂടെയടി നിക്ക? ഇക്കന്നെ പറ്റിട്ട് അറിയും. ഓ നല്ല സ്വഭാവാന്ന് വിചാരിച്ചിട്ടല്ലേ ജോന്റെ കൂടെ പോയത്. എല്ലാരും ഒരുപോലെ ആവണമെന്നില്ലേടി. അന്റെ കാക്കന്നെ ഇപ്പൊ എന്നെ സ്നേഹിച്ച കല്യാണം കഴിച്ചതാണല്ലോ. ഞങ്ങളെ ഇടയിൽ ഇതുവരെ ഒരു പ്രശ്നം വന്നിട്ടില്ല. ഇനി വരാതിരിക്കട്ടെ എന്നുള്ള ആ ഒരു പ്രാർത്ഥന ഉള്ളൂ. ഒക്കെ ശരിയാവും, ഇജ്ജ് വിഷമിക്കണ്ട.
ഇജ്ജാ കണ്ണൊക്കെ ഒന്ന് തുടച്ച എന്തേലും തുള്ളി വെള്ളം എന്തേലും വന്ന് കുടിക്കാൻ നോക്ക്. ഇനി അതിനെ കുറിച്ച് ആലോചിക്കണ്ട. ഇജ്ജാ ഫോണൊക്കെ ഒന്ന് സ്വിച്ച് ഓഫ് ആക്കി വെച്ചാ കേട്ടോ. ഇനി ഓന്റെ കൂടെ വന്നാലൊന്നും എടുക്കണ്ട. ഞാൻ വരാം.